കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഹൃദയഭൂമിയായ ആലപ്പുഴയിൽ നിന്ന് ഉയരുന്ന രാഷ്ട്രീയ വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. 6 പതിറ്റാണ്ടോളം പാർട്ടിയുടെ കരുത്തുറ്റ വാക്താവായും ഭരണാധികാരിയായും തിളങ്ങിയ മുതിർന്ന നേതാവ് ജി സുധാകരൻ CPM വിട്ട് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു പുതിയ പോർമുഖം തുറക്കപ്പെട്ടിരിക്കുന്നു. ഇത് കേവലം ഒരു വ്യക്തിയുടെ പിണക്കമല്ല, മറിച്ച് ദശകങ്ങളായി CPM കെട്ടിപ്പടുത്ത സംഘടനാ സംവിധാനത്തിന് നേരെയുള്ള കടുത്ത വെല്ലുവിളിയാണ്. 1960-കൾ മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊപ്പം സഞ്ചരിച്ച ജി സുധാകരൻ പാർട്ടിയുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉറച്ചുനിന്ന നേതാവായിരുന്നു. VS അച്യുതാനന്ദന്റെ വിശ്വസ്തനായും പിന്നീട് പാർട്ടി ഔദ്യോഗിക പക്ഷത്തിന്റെ വികസന നായകനായും അദ്ദേഹം തിളങ്ങി. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പാർട്ടി നേതൃത്വവുമായി അദ്ദേഹം അകൽച്ചയിലായിരുന്നു. ഒടുവിൽ 63 വർഷത്തെ പാർട്ടി ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് വരുമ്പോൾ അത് പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ ആലപ്പുഴയിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. സുധാകരന്റെ ജന്മനാടായ പുന്നപ്രയിൽ പ്രതിഷേധം അണപൊട്ടി ഒഴുകുകയാണ്. അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ കുലംകുത്തി എന്നും വർഗവഞ്ചകൻ എന്നും വിശേഷിപ്പിക്കുന്ന ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. കുലംകുത്തികളെ കാലം വർഗവഞ്ചകൻ എന്ന് വിളിക്കും എന്ന വാചകങ്ങളുള്ള ബാനർ സ്ഥാപിക്കുന്നത് ഭഗവതിക്കൽ സഖാക്കൾ എന്ന പേരിലാണ്. പതിറ്റാണ്ടുകളോളം ആദരിക്കപ്പെട്ട ഒരു നേതാവിനെതിരെ സ്വന്തം നാട്ടിൽ ഇത്തരം അധിക്ഷേപങ്ങൾ ഉയർന്നത് CPM-നുള്ളിലെ വിഭാഗീയതയുടെയും അമർഷത്തിന്റെയും ആഴം വ്യക്തമാക്കുന്നു. സുധാകരന്റെ വീടിന് ഇപ്പോൾ കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അമ്പലപ്പുഴ മണ്ഡലം CPM-നെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായി വലിയ പ്രാധാന്യമുള്ള ഇടമാണ്. VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള സമുന്നത നേതാക്കൾ പ്രതിനിധീകരിച്ച ഈ മണ്ഡലത്തിൽ സുധാകരൻ സ്വതന്ത്രനായി വരുമ്പോൾ അത് പാർട്ടിയുടെ ഉറച്ച വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. താൻ ഒരു മുന്നണിയുടെ ഭാഗമാകില്ലെന്നും ആരുടെയും പിന്തുണ തേടിയിട്ടില്ലെന്നും സുധാകരൻ ആവർത്തിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം വോട്ടർമാരെ സ്വാധീനിക്കുമെന്നത് ഉറപ്പാണ്. ഞാൻ പാർട്ടി അംഗത്വം ഒഴിഞ്ഞു, ഇനി ഒരു പാർട്ടിയിലോ മുന്നണിയിലോ ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്പലപ്പുഴയിൽ ഞാൻ സ്വതന്ത്രനായി ജനവിധി തേടും, വ്യക്തിഹത്യ നടത്തില്ല, ജി സുധാകരൻ പറഞ്ഞു. എന്നാൽ UDF പിന്തുണയോടെയാണ് ഈ നീക്കമെന്ന ആരോപണം CPM ശക്തമായി ഉന്നയിക്കുന്നു. സുധാകരനെ പോലൊരു നേതാവ് വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നത് UDF-ന് ഗുണകരമാകുമെന്ന ഭയം CPM നേതൃത്വത്തിനുണ്ട്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജില്ലയിലെ ഏറ്റവും കരുത്തനായ മുൻ സാരഥി തന്നെ വിമതനായി രംഗത്തെത്തുന്നത് പാർട്ടിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. സുധാകരന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ആലപ്പുഴയിലെ വിവിധ ഭാഗങ്ങളിൽ CPM പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. ചാരുമുട്ടിൽ നിന്ന് കരിമുളയ്ക്കൽ ഭുവനേശ്വർ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് നടന്ന പ്രകടനം പാർട്ടിയുടെ കരുത്തു കാട്ടാനുള്ള ശ്രമമായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K രാഘവൻ, ഏരിയ സെക്രട്ടറി B ബിനു എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. രക്തസാക്ഷികളുടെ പേര് പറഞ്ഞ് വികാരപരമായ തന്ത്രങ്ങളിലൂടെ സുധാകരനെ പ്രതിരോധിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. സുധാകരൻ ഇതുവരെ പാർട്ടി നൽകിയ സ്ഥാനമാനങ്ങൾ എണ്ണിപ്പറഞ്ഞാകും വരും ദിവസങ്ങളിൽ CPM പ്രചാരണം നടത്തുക. 3 തവണ മന്ത്രിയായതും ദീർഘകാലം MLA ആയതും പാർട്ടി നൽകിയ അവസരങ്ങളാണെന്നും അത് മറന്ന് പാർട്ടി വിടുന്നത് നന്ദികേടാണെന്നുമാണ് നേതൃത്വത്തിന്റെ വാദം. എന്നാൽ സംശുദ്ധമായ പ്രതിച്ഛായുള്ള സുധാകരനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ല എന്നത് പാർട്ടിയെ കുഴപ്പിക്കുന്നുണ്ട്. സുധാകരന്റെ ഈ നീക്കം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ചില നിർണായകമായ സംഭവങ്ങളുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. MV രാഘവൻ പാർട്ടി വിട്ട് CPM രൂപീകരിച്ചപ്പോൾ കണ്ണൂരിൽ CPM വലിയ വെല്ലുവിളി നേരിട്ടു. KR ഗൗരിയമ്മ ആലപ്പുഴയുടെ വിപ്ലവ നായിക പുറത്തു വന്ന് JSS രൂപീകരിച്ചപ്പോൾ അത് പാർട്ടിയുടെ വോട്ട് ബാങ്കിൽ വലിയ ഇടിവുണ്ടാക്കി. TP ചന്ദ്രശേഖരൻ ഒഞ്ചിയത്തെ RMP രൂപീകരണം CPM-നെ പ്രതിരോധത്തിലാക്കിയ മറ്റൊരു ചരിത്രമാണ്. ഇപ്പോൾ പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും പാലക്കാട് PK ശശിയും ഉയർത്തുന്ന വിമത ശബ്ദങ്ങൾക്ക് പിന്നാലെ സുധാകരൻ കൂടി പടയൊരുക്കുന്നത് ഇടതുപക്ഷത്തിന് വലിയ ആഘാതമാണ് നൽകുന്നത്. ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ആഭ്യന്തര കലഹങ്ങൾ പാർട്ടിയുടെ അടിത്തറ ഇളക്കിയേക്കാം. ദശകങ്ങളായി സുധാകരനെ കണ്ടുവളർന്ന സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് അദ്ദേഹത്തിനെതിരെ പ്രചരണത്തിന് ഇറങ്ങുക എന്നത് വൈകാരികമായി പ്രയാസമാകും. വികസന നായകൻ എന്ന നിലയിൽ സുധാകരൻ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും വലിയ സ്വീകാര്യതയുണ്ട്. അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകളും കവിതകളും പ്രസംഗങ്ങളും ആലപ്പുഴയുടെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആലപ്പുഴയിലെ പരമ്പരാഗത വോട്ടർമാരിൽ ഒരു വലിയ വിഭാഗം സുധാകരനോടൊപ്പം ചേരാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ വലിയ അട്ടിമറികളിൽ ഒന്നായി മാറും. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ സുധാകരൻ വിളിച്ചു ചേർത്ത 1 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം അക്ഷരാർത്ഥത്തിൽ CPM-നുള്ള കുറ്റപത്രമായിരുന്നു. ഇത് വോട്ടർമാരുടെ മനസ്സിൽ എന്ത് മാറ്റം ഉണ്ടാക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ജി സുധാകരന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചരിത്രത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ഇത് വെറും ഒരു തിരഞ്ഞെടുപ്പ് മത്സരമല്ല, മറിച്ച് ദശകങ്ങൾ നീണ്ട ഒരു ബന്ധത്തിന്റെ തകർച്ചയും വ്യക്തിപരമായ നിലപാടുകളുടെ പ്രഖ്യാപനവുമാണ്. ആലപ്പുഴയുടെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി മാറ്റാൻ ഈ സുധാകരൻ എഫക്റ്റിന് കഴിയുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. CPM-ന്റെ സംഘടനാ കരുത്തും സുധാകരന്റെ വ്യക്തിപ്രഭാവവും തമ്മിലുള്ള ഈ പോരാട്ടം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലത്തെയും നിർണയിച്ചേക്കാം.